നമസ്കാരം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് ആരെങ്കിലും ആക്ഷേപകരമായി സംസാരിക്കുകയാണെങ്കിൽ, ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ അവരെ സൈബർ പോലീസിന്റെ സഹായത്തോടു കൂടി കേസെടുത്ത് ജയിലിൽ അടയ്ക്കുവാൻ മുഖ്യമന്ത്രി കാണിക്കുന്ന ജാഗ്രത എന്തുകൊണ്ടാണ് സ്വന്തം പാർട്ടിയിലെ MLA ആയ PV അൻവറിനോട് കാണിക്കാത്തത് എന്നാണ് ഇപ്പോൾ ജനങ്ങൾ ഒരേ സ്വരത്തിൽ ചോദിക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ ആക്ഷേപിക്കുന്നതിലൂടെ, ദുരിതാശ്വാസ നിധിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിലൂടെ ജനങ്ങൾ നീതിരാഹിത്യമാണ് ചെയ്യുന്നത്, നിയമലംഘനമാണ് ചെയ്യുന്നത് എന്നുള്ള കുറ്റം കാണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി സൈബർ പോലീസിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും സഹായത്തോടു കൂടി ഇവരെയെല്ലാം അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാൻ നീക്കം നടത്തുന്നത്. എന്നാൽ കോടതി കൽപ്പിച്ചിട്ട് പോലും, കോടതിയുടെ ഉത്തരവുണ്ടായിട്ട് പോലും നിയമരാഹിത്യങ്ങൾ തുടരുന്ന PV അൻവർ എന്ന നിലമ്പൂർ MLA എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇപ്പോഴും തൻ്റെ ചിറകിനടിയിൽ ചേർത്ത് പിടിക്കുന്നത് എന്നാണ് കേരള സമൂഹം ഒരുപോലെ തന്നെ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത്, മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് നിൽക്കുന്നത്. കോഴിക്കോട് കക്കാടം പൊയ്യിലുള്ള PV അൻവർ MLA ഉടമസ്ഥതയിലുള്ള അനധികൃതമായ പാർക്കും ആ പാർക്കിനോട് അനുബന്ധിച്ചുള്ള മറ്റ് എല്ലാ നിർമ്മിതികളും പൊളിച്ചു നീക്കണമെന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉത്തരവുണ്ടായിട്ട് PV അൻവർ MLA-യോ MLA-യുമായി ബന്ധപ്പെട്ട് ആരും തന്നെ അവിടെ അത്തരം ഒരു നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതീവ പരിസ്ഥിതി ലോല പ്രദേശത്താണ് കക്കാടംപൊയിൽ PV അൻവർ അമ്യൂസ്മെന്റ് പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പാർക്കിനോടനുബന്ധിച്ച് തന്നെയാണ് കുട്ടികളുടെ മറ്റൊരു പാർക്കും നിർമ്മിച്ചിരിക്കുന്നത്. ഇത് നിയമരാഹിത്യം തന്നെയാണ്, അതീവ ഗുരുതരമായ നിയമലംഘനം തന്നെയാണ്. ചെങ്കുത്തായ പ്രദേശത്ത് കുന്ന് ഇടിച്ച്, അതീവ ദുർബലമായ പരിസ്ഥിതി ലോല പ്രദേശത്താണ് കുന്നിടിച്ച് ഇത്തരം നിർമ്മാണ പ്രവൃത്തികൾ PV അൻവർ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷകരും അതുപോലെ ജിയോളജിക്കൽ വകുപ്പും രേഖപ്പെടുത്തിയിട്ടുള്ള ഈ ഭൂമിയിൽ അനധികൃതമായി തന്നെയാണ് PV അൻവർ എല്ലാ ഉത്തരവുകളെയും മുന്നറിയിപ്പുകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇത്തരം നിർമ്മിതികൾ നടത്തിയിരിക്കുന്നത്, അമ്യൂസ്മെന്റ് പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് കുട്ടികളുടെ ഒരു പാർക്കും അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. കുട്ടികളുടെ പാർക്ക് നിർമ്മാണവുമായി മറ്റൊരു ഉത്തരവ് കൂടി ഇപ്പോൾ കളക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. അതായത് അവിടെ സ്വാഭാവികമായി ഒഴുകിക്കൊണ്ടിരുന്ന ഒരു കാട്ടരുവിയുടെ ഒഴുക്ക് തടഞ്ഞുകൊണ്ട് ഒരു തടയണ കെട്ടി തന്നെയാണ് കുട്ടികളുടെ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് അനധികൃതമായ കയ്യേറ്റമാണ്, നിയമലംഘനമാണ് എന്ന് കാണിച്ചുകൊണ്ട് ഹൈക്കോടതി തന്നെ ഈ തടയണ പൊളിച്ചു കളയാൻ വേണ്ടി PV അൻവറിനോട് നേരത്തെ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ സർക്കാരിന്റെ ഭാഗമായി, CPM-ന്റെ ഭാഗമായി പിണറായി വിജയന്റെ വത്സല ശിക്ഷനായി നിലകൊള്ളുന്ന PV അൻവറിനെതിരെ യാതൊരു തരത്തിലുള്ള നിയമ നടപടികളും കൈക്കൊള്ളുവാൻ പോലീസിന്റെ ഭാഗത്തു നിന്നോ കോടതിയുടെ ഭാഗത്തു നിന്നോ ഉത്തരവുണ്ടെങ്കിൽ പോലും നടപ്പാക്കുവാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട സവിശേഷത, വിചിത്രമായ വസ്തുത. ഇപ്പോൾ ഹൈക്കോടതിയും PV അൻവറിനെതിരെ വടിയെടുത്തിരിക്കുന്നു. അതായത് PV അൻവറിന്റെ കക്കാടംപൊയ്യയിൽ കാട്ടരുവിയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തിക്കൊണ്ട്, കാട്ടരുവി കയ്യേറിക്കൊണ്ട് കുട്ടികളുടെ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് നിയമലംഘനമാണ്, അനധികൃത കയ്യേറ്റമാണ്. അതുകൊണ്ട് അത് എത്രയും വേഗം പൊളിച്ചു നീക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടും PV അൻവർ അതിൽ യാതൊരു തരത്തിലും നടപടിയെടുത്തില്ല. തുടർന്ന് കോടതി കളക്ടറുമായി ബന്ധപ്പെട്ടു. കളക്ടർ കൃത്യമായി തന്നെ PV അൻവറിന് നോട്ടീസ് അയച്ചിരിക്കുന്നു. 1 മാസത്തിനകം ഈ നിർമ്മിതികൾ പൊളിച്ചു മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ കൂടരണി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാർക്കും കുട്ടികളുടെ പാർക്കും പൊളിച്ചു നീക്കുവാൻ പഞ്ചായത്തിനാണ് കളക്ടർ അനുമതി കൊടുത്തിരിക്കുന്നത്, ഉത്തരവിട്ടിരിക്കുന്നത്. പഞ്ചായത്ത് ഈ പ്രദേശം PV അൻവർ MLA-യുടെ കക്കാടംപൊയിൽ അനധികൃതമായി ഉണ്ടാക്കിയിരിക്കുന്ന നിർമ്മിതികളെല്ലാം കൂടരണി പഞ്ചായത്ത് പൊളിച്ചു നീക്കേണ്ടതാണ്. ഈ പൊളിച്ചു നീക്കുന്നതിന് ആവശ്യമായ തുക എത്രയാണോ വന്നിട്ടുള്ളത് ആ തുക മുഴുവൻ PV അൻവറിന്റെ കയ്യിൽ നിന്നും ഈടാക്കുവാൻ വേണ്ടി തന്നെയാണ് കളക്ടർ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. എന്നാൽ കളക്ടറുടെ ഈ ഉത്തരവ് PV അൻവർ അനുസരിക്കുമോ ഇല്ലയോ എന്നുള്ളത് യാതൊരു ഉറപ്പുമില്ല. ഹൈക്കോടതിയുടെ ഉത്തരവ് പോലും നടപ്പാക്കാതെ ഇരിക്കുന്ന PV അൻവർ എന്ന MLA പിന്നെ എങ്ങനെയാണ് കളക്ടറുടെ ഉത്തരവ് നടപ്പാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ജനം പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചോദിക്കുന്നത്. മുൻപ് PV അൻവറിനെതിരെ അനധികൃതമായ രീതിയിൽ മിച്ചഭൂമി കൈവശം വച്ചിരിക്കുന്നു എന്നുള്ളൊരു കേസുണ്ടായിരുന്നു. ഈ കേസിലും കോടതിയുടെ ഭാഗത്തു നിന്നും ഉത്തരവുണ്ടായിരുന്നു. അനധികൃതമായ PV അൻവറിന്റെ ഭൂമി സർക്കാരിലേക്ക് കണ്ടുകെട്ടേണ്ടതാണ് എന്നുള്ള ഉത്തരവുണ്ടായിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇതിൽ ഏത് തരത്തിലുള്ള നടപടി എടുത്തു എന്നുള്ളത് പിന്നീട് ആർക്കും അറിയാൻ സാധിച്ചില്ല. മാധ്യമങ്ങളിലും ഇത്തരം വാർത്തകളൊന്നും വന്നില്ല. അതായത് സർക്കാരിൽ വളരെ സ്വാധീനമുള്ള PV അൻവർ എന്ന MLA തന്റെ സ്വാധീനവും പണവും ഉപയോഗിച്ചുകൊണ്ട് കോടതിയുടെ ഉത്തരവുകൾ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇപ്പോൾ നിലനിൽക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എന്നാൽ ഇത്തരം നിയമലംഘനങ്ങൾ നടത്തുന്ന PV അൻവർ MLA
നവമാധ്യമങ്ങളെ, ഓൺലൈൻ മാധ്യമങ്ങളെ അടക്കി നിർത്തും, വരുതിക്ക് നിർത്തും എന്നുള്ള ശബ്ദത്തോടു കൂടി പലപ്പോഴും ഓൺലൈൻ മീഡിയയിൽ വന്നുകൊണ്ട് പോസ്റ്റുകൾ ഇടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നവമാധ്യമങ്ങളെ താൻ വരുതിക്ക് നിർത്തും, വടിയെടുത്ത് എല്ലാവരെയും താൻ നിലയ്ക്ക് നിർത്തും എന്ന് തന്നെയാണ് PV അൻവർ സൈബർ ഇടങ്ങളിൽ വന്നുകൊണ്ട് എപ്പോഴും പറയാറുള്ളത്. വടിയെടുക്കാൻ ഞാൻ പോയിട്ടേ ഉള്ളൂ, അടി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്ന മട്ടിൽ തന്നെയാണ് അദ്ദേഹം പലപ്പോഴും സൈബർ ഇടങ്ങളിൽ വന്നുകൊണ്ട് പോസ്റ്റ് ഇടാറുള്ളത്. സൈബർ ഇടങ്ങളിൽ വന്നു നിന്നുകൊണ്ട് നവമാധ്യമങ്ങളെ താൻ വരുതിക്ക് നിർത്തും, മര്യാദ പഠിപ്പിക്കും എന്ന് പറയുന്ന PV അൻവർ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന നിയമരാഹിത്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ സർക്കാരോ എന്തു പറയുന്നു എന്നറിയുവാൻ വേണ്ടി എല്ലാവർക്കും താല്പര്യമുണ്ട്. ഹൈക്കോടതി ഇടപെട്ട് PV അൻവറിന്റെ അനധികൃത നിർമ്മിതികൾ പൊളിച്ചു മാറ്റണം എന്നുള്ള വിഷയത്തിൽ മുഖ്യമന്ത്രി എന്തു പറയുന്നു എന്നറിയുവാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. CPM എന്തു പറയുന്നു എന്നറിയുവാൻ താല്പര്യമുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് ഈ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്ന് അറിയുവാൻ താല്പര്യമുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്തായിരിക്കും ഈ കാര്യത്തിൽ കൈക്കൊള്ളുവാൻ പോകുന്ന നടപടി എന്നറിയുവാൻ വേണ്ടി സാധാരണ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയേണ്ടതുണ്ട്. തൻ്റെ പാർട്ടിയിൽപ്പെട്ട ഒരു MLA ഇത്തരം നിയമരാഹിത്യങ്ങൾ നടത്തുമ്പോൾ മുഖ്യമന്ത്രി എന്ന രീതിയിൽ തന്റെ പാർട്ടിയിലെ MLA ആയ PV അൻവറിനോട് ഏത് തരത്തിലുള്ള സമീപനമാണ് മുഖ്യമന്ത്രി കൈക്കൊള്ളാൻ പോകുന്നത് എന്നറിയുവാൻ സാധാരണ ജനം കാത്തിരിക്കുന്നു. ആ ജനങ്ങൾക്കൊപ്പം നമുക്കും കാത്തിരിക്കാം. എന്താണ് PV അൻവർ കോടതിയുടെ ഉത്തരവ് ലംഘിക്കുമോ, അല്ലെങ്കിൽ കോടതിയുടെ ഉത്തരവ് നടപ്പാക്കുമോ, കളക്ടറുടെ നോട്ടീസ് തള്ളിക്കളയുമോ, കളക്ടർ പറഞ്ഞ പ്രകാരം അമ്യൂസ്മെന്റ് പാർക്ക് അനധികൃതമായി ഉണ്ടാക്കിയിരിക്കുന്ന കാട്ടരുവി തടഞ്ഞ് അനധികൃതമായി ഉണ്ടാക്കിയിരിക്കുന്ന തടയണയും പാർക്കും പൊളിച്ചു കളയുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.